കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി നൌഷാദ്. വിദേശത്തു നിന്നും ഫേസ്ബുക്ക് വീഡിയോ വഴിയാണ് നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നും ആത്മഹത്യ ചെയ്തതിനാൽ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നുവെന്നുമാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. ഹേമചന്ദ്രൻ നിരവധി പേരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും താൻ നാട്ടിലെത്തിയാൽ ഉടൻ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും നൌഷാദ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്, ആത്മഹത്യ ചെയ്തതാണ്. അല്ലാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നൊക്കെ തെറ്റാണ്. പൈസ വാങ്ങിയെടുക്കാനുള്ള വഴിയാണ് നോക്കിയിരുന്നത്. അത്രയും സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രന്റെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി നൌഷാദിന്റെ ഫേസ്ബുക്ക് വീഡിയോ. വിദേശത്തു നിന്നുമാണ് ഈ ഫേസ്ബുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതല്ല എന്നും ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുമാണ് നൌഷാദ് വെളിപ്പെടുത്തുന്നത്. ഹേമചന്ദ്രൻ നിരവധി പേരിൽ നിന്ന് പണം കടം വാങ്ങിയിരുന്നുവെന്നും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നും മരിച്ചതിനെ തുടർന്ന് മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു എന്നുമാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും ഇയാൾ ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടിലെത്തിയാൽ ഉടൻ തന്നെ പോലീസിന് മുന്നിൽ ഹാജരാകുമെന്നും നൌഷാദ് വ്യക്തമാക്കുന്നു. അപ്പോൾ അങ്ങനെ ഞാനിവിടെ 2 മാസത്തെ വിസിറ്റിങ്ങിന് ജോലിക്ക് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ ഞാൻ പോലീസിൽ അറിയിച്ചതാണ്. ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ സറണ്ടർ ആവാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. കാരണം ഞങ്ങൾക്ക് പൈസ കിട്ടാനുണ്ടായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തിനും അതുപോലെ 10-30 ആൾക്കാർക്ക് മേലെ പൈസ കൊടുക്കാനുണ്ടായിരുന്നു. ഇതിന് ശേഷം എന്ത് ചെയ്യാൻ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിടേണ്ട വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്, ആത്മഹത്യ ചെയ്തതാണ്. അല്ലാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ഞങ്ങൾ നല്ല സൗമ്യമായിട്ട് അയാൾക്ക് പൈസ വാങ്ങിയെടുക്കാനുള്ള വഴിയാണ് നോക്കിയിരുന്നത്. അത്രയും സുഹൃത്ത് ബന്ധത്തിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്.